നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അവളെവിടെ? ശാരദ അമ്മ പുറത്തുപോയി. പുറത്തെവിടെ? എവിടാ നിനക്കറിയില്ലേ? അമ്മയ്ക്കിപ്പോ എന്തോ ജോലിയുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നേരത്തെ അവളിവിടെ ചെയ്തോണ്ടിരുന്ന ജോലിയല്ലേ? അമ്മയ്ക്കിപ്പോ ഇവിടെ ജോലിയില്ല. ഹോട്ടല് എനിക്ക് തന്നു. ഇപ്പോ വേറൊരു ഹോട്ടലിലാ ജോലി ചെയ്യുന്നത്. ഹോട്ടൽ നിനക്ക് തന്നപ്പോ നീ അമ്മയോട് പറഞ്ഞില്ലേ ഇവിടെ തന്നെ ജോലി ചെയ്തോളാൻ? ഇതൊന്നും എന്റെ തീരുമാനങ്ങളല്ലായിരുന്നു. അമ്മ തന്നെയാ ഹോട്ടൽ എനിക്ക് തരാനും പുറത്തുപോയി ജോലി അന്വേഷിക്കാനൊക്കെ തുടങ്ങിയത്. പുറത്തുപോയി ജോലി ഇറക്കണ്ട, നമുക്കെല്ലാം ഉള്ളതുകൊണ്ട് സമാധാനത്തോടെ ഇവിടെ കഴിയാന്ന് നിനക്ക് പറയാറുന്നില്ലേ? പറയാറുന്നില്ലേന്ന്? അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയില്ല. അമ്മയോട് തോന്നേണ്ട സ്നേഹമൊന്നും എനിക്കിപ്പോ ആ സ്ത്രീയോട് തോന്നുന്നില്ല. സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി എന്റെ ജീവിതം നശിപ്പിച്ച അവരോട് എനിക്കിപ്പോ ശത്രുത മാത്രമേ ഉള്ളൂ. അവരിരക്കുകയോ തെണ്ടുകയോ എന്താണോ ചെയ്തോട്ടെ, അതിന്റെ വിഷയമല്ല. ഇത് നിനക്ക് അമ്മ തരേണ്ടതാ. ഇതിന്റെ ഒരു കുറവ് നിനക്കുണ്ടെന്ന് അറിഞ്ഞു തന്നെയാടി ഞാൻ വന്നത്. നീ എന്താടി പറഞ്ഞത്? നിന്റെ അമ്മ ഇരക്കുകയോ തെണ്ടുകയോ ചെയ്താ നിന്റെ വിഷയം അതല്ല എന്നല്ലേ? എടി, ശാരദ ഇരക്കുകയോ തെണ്ടുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ പ്രായത്തിലല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുമ്പോ ശാരദയ്ക്ക് നല്ല പ്രായം. വേറൊരു ജീവിതം തേടിയാ ഞാൻ പോയത്. പക്ഷേ ശാരദ അത് ചെയ്തില്ല. ആരുടെ മുന്നിലും തൊണ്ടാനും ഇരക്കാനും പോയതുമില്ല. പകരം 3 അടുപ്പുകല്ലിന്ന് അവള് കെട്ടിപ്പൊക്കിയതാടി ഈ ഹോട്ടല്. നിങ്ങളെ 3 മക്കളെ പട്ടിണിക്കിടാതിരിക്കാൻ, അച്ഛനില്ലാത്ത കുറവ് പോലും അറിയിക്കാതെ വളർത്തി വലുതാക്കാൻ. എന്നിട്ട് വണ്ടി വലിച്ച് തളർന്നു കഴിഞ്ഞപ്പോ ഹോട്ടല് സ്വന്തമാക്കിയിട്ട് നീ അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു. എന്നിട്ട് എവിടെ പോയെന്ന് അന്വേഷിച്ചില്ലാന്ന്. ഊണിലും ഉറക്കത്തിലും നിന്നെ കോർത്ത് ആദി കൊള്ളുന്ന പെറ്റ തള്ളയ്ക്ക് ഒരു വണ്ടിക്കാളയ്ക്ക് കൊടുക്കുന്ന മര്യാദ കൊടുത്തോടി നീയൊക്കെ. ഈ നിമിഷം ഇറങ്ങിക്കോണ ഇവിടുന്നെല്ലാം. ഗോപാലകൃഷ്ണന്റെ ഈ മണ്ണ് പെറ്റ തള്ളയെ വേണ്ടാത്ത ഒറ്റ ഒരെണ്ണത്തിനെ ഇവിടെ കണ്ടുപോരുത്. ഇറങ്ങടി പുറത്ത്. ഇറങ്ങാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നോട് 2 വാക്ക് എനിക്ക് പറയാനുണ്ട്. പഠിപ്പും വിവരമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കൂടി പഠിക്കണം. ഞാൻ ഇവിടെ കയറി വന്നപ്പോ കുറെ ന്യായം പറഞ്ഞു ഇവള്. ഹോട്ടൽ ഇവളുടെ ആണെന്നോ അമ്മയെ അന്വേഷിക്കേണ്ട ബാധ്യതയൊന്നും അവൾക്കില്ലാന്നോ ഒക്കെ. അതേ ന്യായം തന്നെയാ എനിക്കും പറയാനുള്ളത്. എന്റെ ഈ ഗോപാലകൃഷ്ണന്റെ പേരിലാ ഈ ഭൂമി. ശാരദ എന്ന് പറയുന്നത് അതിന്റെ നോമിനി മാത്രമാ. ഞാൻ ഇല്ലാതാവുന്ന പക്ഷം ഈ സ്വത്ത് ചെന്ന് ചേരേണ്ടയാൾ. ഇപ്പോഴും ഗോപാലകൃഷ്ണൻ ഇല്ലാതായിട്ടില്ല. ദേ പന പോലെ നിപ്പുണ്ട്. ഈ തടി വീഴുന്നതുവരെ ഞാൻ എടുക്കും തീരുമാനങ്ങൾ.
മര്യാദയ്ക്ക് ജീവിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്താ മതി. എന്റെ ഭാര്യയും മക്കളും. ഇല്ലെങ്കിൽ കെട്ടും പാണ്ടോടത്ത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങിക്കോ. എനിക്ക് ഇപ്പോ ഒരു തീരുമാനം അറിയണം. ശാരദ ഒരു തീരുമാനം പറയണം. ഞാനെന്ത് പറയാനാ ഗോപാലേട്ടാ? ഇവിടെ നടന്നതിനൊക്കെ നിനക്കൊരു പങ്കുണ്ട് ശാരദേ. മക്കള് നെകളിപ്പോ അഹങ്കാരമൊക്കെ കാണിക്കുമ്പോ കണ്ണീരൊലിപ്പിച്ച് മാറി നിൽക്കല്ല വേണ്ടത്. പറഞ്ഞു തിരുത്തണം. തിരുത്താൻ അവര് തയ്യാറായില്ലെങ്കിൽ അടിച്ചു തിരുത്തണം. എന്നിട്ട് നേരെ ആവുന്നില്ലെങ്കിൽ കളഞ്ഞേക്കണം. പുകഞ്ഞ കൊള്ളി പുറത്തുപോയ അത്രയും നല്ലത്. നിന്നോടും കൂടിയാ പറഞ്ഞത്. എന്റെ മോളെ നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞ് അങ്ങോട്ടാരും വരില്ല. ഇനി കന്നം തെരുവ് കാട്ടുന്ന നീയാണെങ്കിൽ നീയും കൊള്ളുവാടി എന്റെ കയ്യിൽ നിന്ന്. അച്ഛാ, ഒരച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. എടാ, കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് പാർക്കുന്ന സ്വന്തം വീട്ടിലോ ഭർത്താവിന്റെ വീട്ടിലോ എവിടെ വേണോ ആയിക്കോട്ടെ, ഭർത്താവിന്റെ നിയന്ത്രണവും കണ്ണും എപ്പോഴും വേണം അവളുടെ മേൽ. ഇനി നിന്നോടെന്തെങ്കിലും പ്രത്യേകിച്ച് പറയണോ ഞാൻ? ആരെയും ഒന്നും പറയണ്ട അച്ഛാ. എല്ലാം എല്ലാം എന്റെ തെറ്റല്ലേ? അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടോ നിനക്ക്? ചെയ്തതൊക്കെ തെറ്റായി പോയിന്ന്. കാണിച്ചതൊക്കെ അഹങ്കാരമായിരുന്നു എന്ന്. ഭർത്താവും കുടുംബമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിനക്ക്? അതോ വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ വെല്ലുവിളിച്ച് ധിക്കരിച്ച് നടക്കാനാണോ? ഒരു മറുപടി വേണം എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ സ്നേഹം മാത്രമല്ല, സച്ചേട്ടനെ എന്നെ കൂടുതലായി സ്നേഹിക്കുന്ന ഒരാളാക്കി മാറ്റിയത് നീ ഉൾപ്പെടെ ഇവിടെ ഉള്ളവരാ. അതെന്നോട് സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ സച്ചേട്ടനെ മാതൃകയാക്കി നീയും സന്ദീപും ജീവിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോ ഏട്ടൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ ഏട്ടാ? ഉണ്ടാവണോടാ. പ്രശ്നങ്ങളുള്ളിടത്താ കൂടുതൽ സ്നേഹമുള്ളത്. ഈ കൂടുമ്പോ ഇമ്പമുള്ളതാണെന്ന് പറയുന്ന പോലെ ചില പിണക്കങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ ഇമ്പമാവുന്നത്. മാത്രമല്ല, ഒരു പിണക്കത്തിനോ കരച്ചിലിനോ ശേഷമുള്ള ഇഷ്ടം, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാ. ഞാനും അർച്ചനയും അത് അനുഭവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ ഇത്രയും നാൾ നിങ്ങൾ പിണക്കത്തിലായിരുന്നോ? അല്ല, ചേച്ചി അങ്ങനെ പറഞ്ഞോണ്ട് ചോദിച്ചേ ഉള്ളൂ. അങ്ങനെ പിണക്കത്തിലൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിൽ ജനിച്ചു വളർന്നവരല്ലേ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നവര്. അപ്പോ ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് നാളെടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പോ ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതും. അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പരസ്പരം പിരിഞ്ഞിരിക്കുന്നത് വലിയ വേദന തന്നെയാണ്. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു നേരത്തേക്കെങ്കിലും പിരിഞ്ഞിരിക്കാൻ പറ്റാതാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവരോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ. ആദ്യം എനിക്കിഷ്ടം, ഒരുപാട് ഇഷ്ടം. അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. അല്ലെങ്കിലും
ഇപ്പോഴും എന്നെ അതേപടി മനസ്സിലാക്കുന്ന ഒരാള് എന്റെ ചേച്ചി തന്നെയാ. എനിക്ക് നിന്നെ മനസ്സിലാവും, അതുപോലെ സന്ദീപിനെ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തന്നത്. സന്ദീപിനെ എന്നെ വിശ്വസിക്കുക. സ്നേഹിക്കുന്നവർക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മൾ ഒരാളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്ന ആ ആളിന് എന്ത് കളങ്കം ഉണ്ടെങ്കിലും അതെല്ലാം മാറുന്നു മാത്രമല്ല, ആ ആള് നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും, എന്നും എപ്പോഴും. വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും സമാധാനക്കേടുണ്ടാവില്ല. ഞാൻ ഉദാഹരണമായിട്ട് നിന്നോട് പറയുന്നത് എന്റെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചല്ല, അർച്ചനയുടെ ദൃഢമായ വിശ്വാസത്തെക്കുറിച്ചാണ്. മറ്റുള്ളവരുടെ ദൃഢമായ വിശ്വാസം ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ വിള്ളല് വീഴ്ത്തും. അർച്ചനയുടെ ആ വിശ്വാസത്തിലാണ് ഇപ്പോഴുള്ള സച്ചിദാനന്ദൻ പിറവിയെടുത്തത്. ആ ഒരു വിശ്വാസം മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചി, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ആ, പോകുന്നുണ്ട്. ആ, അർച്ചന എവിടെയും കണ്ടില്ലല്ലോ. ഇവിടെ ഇല്ലേ? അർച്ചന അവളുടെ വീട്ടിലാ. ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു. പിന്നെ 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. അത് നന്നായി. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ, എന്താ എടുത്തി? ആ, അത് മറ്റൊന്നുമല്ല, അർച്ചനെ കുറിച്ചാ. അർച്ചനെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും ഞാനായിരുന്നു. അറിയാവുന്നവരെല്ലാം ഒന്നുകൂടെ ചിന്തിക്കുന്ന പറഞ്ഞപ്പോഴും ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അത് പക്ഷേ ഇപ്പൊ ഒരു അബദ്ധമായെന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ ഇഷ്ടങ്ങളെ മാനിക്കാതെ ഞാൻ ഈ വിവാഹം നടത്തിയപ്പോ എന്റെ മുന്നോട്ടുള്ള ജീവിതം കൂടി ഞാൻ ഓർക്കണമായിരുന്നു. എടുത്തിക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നു? ഞാനും അർച്ചനയും തമ്മില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലേ? പിന്നെന്തിനാ നിങ്ങൾ വിവാഹബന്ധം വേർപിരിയാൻ പോകുന്നേ? എന്റെ അർച്ചനയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എല്ലാവർക്കും വിഷമാവെന്ന് കരുതിയാ നീ ഇതാരോടും പറയാതിരിക്കുന്നെ. പക്ഷേ നീ എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാവും. ഇനി നീ മറ്റുള്ളവരെ നോക്കി നിന്റെ ജീവിതവും സമയവും ഇല്ലാതാക്കണ്ട. അച്ഛനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചോളാം. നീ അർച്ചനെ ഡിവോഴ്സ് ചെയ്തേക്ക്. ഒരു ബന്ധത്തിൽ ഒരു തവണ ഒരു വിള്ളല് വീണാ പിന്നെ കൂടി യോജിച്ചു പോവാൻ വലിയ പാടാ സച്ചി. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നെ? നിനക്ക് വേണ്ടെങ്കിൽ തലയ്ക്ക് ചുറ്റി കളയണം. നിങ്ങൾ ഇരുവർക്കും ഇടയില് ഒരു ഭാര്യാഭർത്തൃ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആവശ്യമില്ലാത്തൊരു ബന്ധം എന്തിനാ നിനക്ക്? ഇവിടെ നിന്റെ ഇഷ്ടത്തിനാ പ്രാധാന്യം. നിനക്ക് താല്പര്യമില്ലാത്ത ഒരാളുടെ ജീവിക്കാൻ ഞാൻ എന്തായാലും പറയില്ല. അങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതവും അല്ല. നമുക്ക് ആവശ്യമില്ലാത്തതിനെ എത്രയും വേഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടുക. വേണമെങ്കിൽ ജീവിതാവസാനം വരെ അർച്ചനയ്ക്ക് നല്ലപോലെ കഴിയാനുള്ള കാശ് നമുക്ക് കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എണീക്ക്.
മഹേട്ടാ, മഹേട്ടാ എണീക്ക്. മഹേട്ടാ ഒന്ന് കണ്ണു തുറക്ക്. മഹേട്ടാ, മഹേട്ടാ എണീക്ക്. മഹേട്ടാ കണ്ണു തുറക്ക്. മഹേട്ടാ എണീക്ക്. മഹേട്ടാ, 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 അയ്യോ. മഹേട്ടാ, മഹേട്ടാ, മഹേട്ടാ എണീക്ക്. മഹേട്ടാ, മഹേട്ടാ എണീക്ക്. മഹേട്ടാ കണ്ണ് തുറക്ക്. മഹേട്ടാ, 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 എന്റെ ശ്രീ മഹേശ്വര, എന്റെ മഹേട്ടനെ രക്ഷിക്കണേ. മഹേട്ടന്റെ ജീവന് പകരം എന്റെ ജീവൻ എടുത്തോളൂ. ആർക്കും വേണ്ടാത്തൊരു പാഴ് ജന്മം ഈ ഭൂമിയിൽ വെറുതെ ജീവിച്ചു തീർക്കാൻ ബാക്കി വെക്കാതെ എന്റെ ജീവൻ എടുത്ത് പകരം മഹേട്ടന്റെ പ്രാണൻ തിരിച്ചു കൊടുക്ക്. ഭഗവാനെ ശ്രീ മഹേശ്വര, നീ എന്റെ ഈ പ്രാർത്ഥന കേൾക്കണേ. എന്റെ മഹേട്ടനെ രക്ഷിക്കണേ. മഹേട്ടാ, മഹേട്ടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭഗവാനെ ശ്രീ മഹേശ്വര, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതെല്ലാം സാധിച്ചു തരുമെന്നാ ഗംഗ എന്നോട് പറഞ്ഞത്. അത് സത്യമാണെങ്കിൽ എന്റെ അച്ഛനെയും ഗംഗയും രക്ഷിക്കൂ ഭഗവാനെ. എനിക്ക് അവരല്ലാതെ വേറെ ആരുമില്ല. എന്റെ അമ്മ എന്നെ വിട്ടു പോയി. ഇപ്പൊ സ്നേഹിക്കാൻ അച്ഛനും ഗംഗയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവര് രണ്ടുപേരും വയ്യാതെ കിടക്കുക. അവരുടെ രണ്ടുപേരുടെ അസുഖങ്ങളെല്ലാം വേഗം മാറണേ ശ്രീ മഹേശ്വര. അവരെ രക്ഷിക്കണേ. തീരെ കുട്ടിയായിരുന്നപ്പോ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാ എന്റെ ഗംഗമോൾക്ക്. പാവം, അവൾക്ക് അവളുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലെയൊന്നും ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ആ തറവാടിന്റെ അകത്തളത്തിൽ എന്നെപ്പോലെ ഒരാളോടൊപ്പം ആ കുട്ടിയുടെ കുട്ടിക്കാലവും കൗമാരവും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചില്ലല്ലോ. മുത്തശ്ശിയോടൊപ്പം വളർന്നതുകൊണ്ട് ഗംഗ നല്ല കുട്ടിയായി, നല്ല ശീലമുള്ള ആളായി മാറിയില്ലേ? അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും ഈ ലോകം എന്താണെന്നോ
ഇവിടെ കാണാനും അനുഭവിക്കാനും എന്തൊക്കെയുണ്ടെന്നോ ഒന്നും ആ പാവത്തിന് അറിയില്ല. തറവാടും തൊടിയും കഴിഞ്ഞൊരു ജീവിതം അവൾക്കില്ലായിരുന്നു. മാളുവിന് വേണ്ടിയാ അവൾ ഈ വീട്ടിലേക്ക് വന്നത്. ഇവിടെയും അവൾക്കത്ര സമാധാനമൊന്നും കിട്ടിയില്ല. എന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി മോൻ വേണം അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ. അക്കാര്യത്തിൽ മുത്തശ്ശിക്ക് ഒരു സങ്കടം വേണ്ട. ഗംഗയ്ക്ക് ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ ഞാൻ ഗംഗയെ നോക്കും. ഗംഗയുടെ അത്രയും നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. അതിന്റെ കാരണം മുത്തശ്ശിയുടെ വളർത്തുഗുണം തന്നെയാണ്. ആദ്യമായി മുത്തശ്ശിയെ ഞാൻ കാണുന്നത് ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച. ആ കണ്ടുമുട്ടൽ തന്നെ ഭഗവാനായി നിശ്ചയിച്ചുറപ്പിച്ച നിമിത്തവും. അതുകൊണ്ടല്ലേ മുത്തശ്ശി തേടി വീട്ടിൽ വരാനും പിന്നീട് ഗംഗയെ കാണാനുള്ള ഇടയായത്. അതെ, ഗംഗയ്ക്ക് ഒരു നല്ല ജീവിതം ഞാൻ കൊടുക്കും. അവൾ ആഗ്രഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത സന്തോഷങ്ങൾ അവൾക്കായി ഞാൻ കണ്ടെത്തി കൊടുക്കും. എന്റെ കുഞ്ഞിന് ചെറിയ ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സാധിച്ചാൽ തന്നെ അവൾക്ക് വലിയ സന്തോഷമാവും. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, ഇതെന്റെ വാക്കാണ്. മുത്തശ്ശിയും ഗംഗയൊന്നും ചിന്തിക്ക് പോലും ചെയ്യാത്ത ജീവിതമാണ് ഗംഗയ്ക്ക് കിട്ടാൻ പോകുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞ അതെന്നെ പുകഴ്ത്തുന്നത് പോലെ ആയിപ്പോവും. ആത്മപ്രശംസ ഇഷ്ടമല്ലാത്തോണ്ട് ഞാനത് പറയുന്നില്ല. എന്റെ മോളുടെ ഭാഗ്യമാ നകുലിനെ പോലൊരു ഭർത്താവിനെ കിട്ടുന്നത്. നിങ്ങളെ ശ്രീ മഹേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തിരുമേനി, മോൾക്ക് അവിടെ വെച്ച് സുഖമില്ലാതായി. കാര്യങ്ങളെല്ലാം സ്വയം തീരുമാനിച്ചു തുടങ്ങിയല്ലേ? മുത്തച്ഛ, അത് ഞാൻ മറ്റൊരു വഴി ഞാനപ്പോ കണ്ടില്ലായിരുന്നു. ഞാൻ ഒരിക്കലും മുത്തച്ഛനെയോ മുത്തച്ഛന്റെ വാക്കുകളെയോ ധിക്കരിച്ചിട്ടില്ല. കൂടുതൽ നേരം ഇവിടെ ഇങ്ങനെ നിർത്തണ്ട, മുറിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. ചെല്ലേ. തിരുമേനി പൊറുക്കണം. ഇക്കാര്യത്തിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്നും യാതൊരു പിഴവും ഉണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടിയായിരുന്നു ഡോക്ടർ ഞങ്ങളോടൊപ്പം കൂടിയത്. എന്റെ ചേച്ചിയെ മണ്ഡപത്തിലെത്തിക്കാൻ കൂട്ടുനിന്നത്. പ്രഭാചന്ദ്രൻ വിളിച്ചു പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ഗോവിന്ദൻ ഒരു ഡോക്ടറാണ്. കുറച്ചുകൂടി വിവേകം കാട്ടാമായിരുന്നു. സ്വന്തം പദവിയെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും അടുത്തിടെ ഗോവിന്ദൻ വിസ്മരിച്ചു പോകാറുണ്ട്. അല്ലെങ്കിൽ ആയിരങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ വീഴുന്നിടത്തേക്ക് അർത്ഥചികിത്സയിലായിരിക്കുന്ന രോഗിയെയും കൂട്ടി പോകുമായിരുന്നു. തിരുമേനി, അങ്ങ് ക്ഷമിക്കണം. എനിക്ക് വേണ്ടിയാ, എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാ അമ്മുവും ഗോവിന്ദും സ്വാതിയുമായി മണ്ഡപത്തിലേക്ക് വന്നത്. അവരങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലായിരുന്നെങ്കിൽ ഈ സഞ്ജു എന്ന ജീവനോടെ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അതെ തിരുമേനി, എന്റെ മോള് ശ്രീകുട്ടിയല്ലാതെ മറ്റൊരാളെ താലി കെട്ടേണ്ടി വന്ന കതിർ മണ്ഡപത്തിൽ വെച്ച് ജീവൻ ഒടുക്കുമെന്ന് സഞ്ജു ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. സ്വാതിയുമായി ആ നിമിഷം അമ്മവും ഗോവിന്ദും അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കതിർ മണ്ഡപം പല മരണങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. എന്റെ ശ്രീകുട്ടിയെ ഈ വിധത്തിൽ കാലുകൾ തളർത്തി ഒടുവിൽ ഔഷധക്കോളത്തിൽ തള്ളിയിട്ട് അപായപ്പെടുത്താൻ ആളെ അയച്ച ദക്ഷയുടെ മകളുമായിട്ടാണ് സഞ്ജുവിന്റെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. മുത്തച്ഛ, സഞ്ജുവിന്റെ വിവാഹം സ്വാതിയുമായിട്ട് നടത്തുമെന്ന് ലച്ചു വാക്ക് കൊടുത്തിരുന്നു. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവക്കാട് കയറി
ശിവലിംഗത്തിൽ തല തല്ലി ജീവത്യാഗം ചെയ്യുമെന്ന് ലച്ചു മനസ്സിൽ കുറിച്ചിരുന്നു. എന്താ കുട്ടി ഞാൻ ഈ കേൾക്കുന്നത്? എത്ര വലിയ അബദ്ധമാണ് നീ മനസ്സിൽ കുറിച്ചതെന്ന് വല്ല ബോധവുമുണ്ടോ? ജീവൻ കൊണ്ട് കളിക്കുക പക്വമതികളുടെ ലക്ഷണമാണോ? ഇത്ര ചഞ്ചലമാണോ നിന്റെ മനസ്സ്? എന്റെ ചേച്ചിയുടെയും അദ്ദേഹത്തിന്റെയും വിവാഹം നടക്കുന്നതിനപ്പുറം ഈ ലക്ഷ്മിക്ക് മറ്റൊന്നും വേണ്ട തിരുമേനി. ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ജീവിതാഭിലാഷമായി ഞാൻ കാണുന്ന ആ ഒരു കാര്യം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രാണത്യാഗം തന്നെയാണ് എന്റെ മുന്നിലുള്ള ഏക മാർഗം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പാർവതി, എന്തു പറ്റി? ഗ്യാസ് ലീക്കാ സർ. സാറിനത് മനസ്സിലായില്ലേ? ഗ്യാസ് ലീക്കാണോ? ജലദോഷം ആയതുകൊണ്ട് എനിക്ക് മണമൊന്നും അറിയാൻ പറ്റുന്നില്ല പാർവതി. ഇപ്പൊ ഇത് കത്തിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? എന്താവൻ, ഞാനിപ്പോഴേ മോളോ ഇതൊന്നും പറയല്ലേ. എന്തിനാ വേണ്ടാത്തൊക്കെ പറയുന്നത്? എന്താ പാർവതി, എന്താ ഇത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ? സാറിനിത് തമാശയായിരിക്കും, പക്ഷെ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ നീ കരയാതിരിക്ക. ഇപ്പൊ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ഇതെല്ലാം ഞാൻ കാരണം ഉണ്ടാവുന്നത്. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. നീ കാരണം? നീ കാരണം എന്ത് സംഭവിച്ചെന്ന്? അല്ല, ഞാൻ ഈ ഗ്യാസ് ശരിക്കും അടയ്ക്കാത്തതുകൊണ്ടാണല്ലോ ലീക്കായത്. അതറിയാതെ ഈ സ്റ്റൗ കത്തിക്കുമ്പോ സാറിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന് ഞാനല്ലേ കാരണക്കാരി? ഓക്കെ, അത് ബെസ്റ്റ്. പിന്നെ ഒന്നിനും ഒരു തിടുക്കവും കൂട്ടണ്ട. എല്ലാം സാവധാനം ശ്രദ്ധിച്ച് ക്ഷമയോടെ ചെയ്താൽ മതി. കേട്ടല്ലോ? എന്റെ ഉദയനൂരമ്മ, അവിടുന്ന് വിശാൽ സാറിനെ ആപത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ആപത്തുകളിൽ നിന്നും എന്റെ വിശാൽ സാറിനെ കാക്കണേ. എന്റെ ദേവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി വിശാലിന്റെ തലയിലായതുപോലെ അനിയത്തി അനിയനെ വീഴ്ത്താൻ നോക്കുവാണോ? ഈ പെണ്ണിങ്ങനെ തുടങ്ങിയ നമ്മുടെ വിവിൻ വഴിതെറ്റി പോവുകയുള്ളൂ. ഞാൻ പോയി 4 വർത്താനം പറഞ്ഞ് അവളെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചിട്ട് വരാം. ചേച്ചി, ചേച്ചി വേണ്ട പ്രതാപ, വേണ്ട.
എടാ, ഇത് നമുക്ക് ഏതുവരെ പോവെന്ന് നോക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ് പ്രതാപ. കൈയെടുക്ക. ആര് വരുന്നുണ്ട്? അമ്മയാന്ന് തോന്നുന്നു. എടാ മാറി നിൽക്കേ, വാ. നമ്മളെ കണ്ടല്ലേ കുഴപ്പവും. വിപിൻ സാറേ, സാർ എന്നെ പറ്റിച്ചതല്ലേ, ശരിയാക്കി തരാം. ചേച്ചി, ചേച്ചിയുടെ ഉദ്ദേശം എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചിയെ പല്ലവി എന്തിനാ കയറൂരി വിട്ടിരിക്കുന്നേ? ചേച്ചി, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഇത് മുളയിലേ നുള്ളണം, ഇല്ലെങ്കിലേ ഇത് വലിയ മെനക്കേടാവേ. നമ്മുടെ ചെറുക്കന്റെ ഭാവി അവളുടെ കയ്യിലാവും. പിന്നീട് നിന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, മര്യാദക്കിരുന്ന് ജോലി ചെയ്ത് അവനെ അവള് ഇളക്കി വിട്ടത്. പ്രതാപ, നമ്മൾ ഇപ്പൊ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവള് വിപിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കട്ടെ എന്നാണ് ചേച്ചി പറയുന്നത്. എടാ, അവളുടെ പ്രായം അതല്ലേ. നമ്മള് തടയിടാൻ നോക്കിയാലും അവൾ അവളുടെ ആ ലൈനിൽ തന്നെ തുടരും. അങ്ങനൊന്നുമില്ല. പറയേണ്ട രീതിയിൽ പറഞ്ഞ അവള് പേടിച്ച് ഒതുങ്ങിക്കോളും. പിന്നീട് അവൾ അവന്റെ നിഴൽ വെട്ടത്ത് പോലും വരില്ല. ചേച്ചിക്ക് അവളെ ശാസിച്ച് നിലയ്ക്ക് നിർത്താൻ പ്രയാസമാണെങ്കിൽ എന്നോട് പറ, ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്തോളാം. അവള് പിന്നീട് അനങ്ങില്ല. ഇവനെ കുറിച്ച് വെറുതെ പോലും അവള് ചിന്തിക്കില്ല. നീ ഒന്ന് ക്ഷമിക്ക് പ്രതാപ, ഞാനല്ലേ പറയുന്നേ. ചേച്ചി, പാർവതി വിശാലിന്റെ തലയിലായതുപോലെ അല്ല പല്ലവി വിപിന്റെ ചുമലിലാവുന്നത്. വിശാലുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അവന്റെ ജീവിതത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വവും ഇല്ല. ഈ സ്വത്തുക്കളും ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും നമ്മുടെ കൈവശം വന്നു ചേർന്ന പിന്നെ വിശാലിനെയും പാർവതിയും നമ്മളിവിടുന്ന് അടിച്ചിറക്കി വിടും. അതുപോലെയാണോ വിപിൻ? വിശാലും പാർവതിയും തെരുവിലായി കഴിഞ്ഞാൽ പിന്നെ വിപിനും വിനയിക്കുമാണ് ഈ സ്വത്തുക്കളെല്ലാം. അപ്പോ പല്ലവി വിപിന് ഒരു ബാധ്യതയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവളെ ഈ രീതിയിൽ വളരാൻ വിട്ടാ അവൾ ഏത് വിധേനയും വിപിനെ വശീകരിച്ചെടുക്കും. ചേച്ചി പോലെ തന്നെ അനിയത്തിയും. അവളുടെ ലക്ഷ്യവും ഇവിടുത്തെ സ്വത്തുക്കളാ. ചേച്ചി നോക്കിക്കോ, നമ്മളിപ്പോ കണ്ണടച്ചു കൊടുത്താ നമ്മൾ പേടിക്കേണ്ടി വരുന്നത് പാർവതിയായിരിക്കില്ല, പല്ലവിയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, അമ്മേ, എന്റെ ഭാവി തീർന്നു. എല്ലാം ഇതോടെ അവസാനിച്ചു. മോളെ കരയല്ലേ. ഇപ്പൊ ഇതൊന്നും ഒന്നിന്റെ അവസാനമല്ലല്ലോ. ശരിയാവും, എല്ലാം ശരിയാവും. അമ്മേ, വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. നടക്കില്ല, ഇനി ഒന്നും നടക്കില്ല. ശ്യാമ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടി പാടില്ല, അത് ഉറപ്പാ. നോക്കാം, ഞാനില്ലേ കൂടെ. ശ്യാമയെ സമ്മതിപ്പിക്കാൻ നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. ഇല്ല മമ്മി, വെറുതെ പറയണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? ഈശ്വര, എന്റെ പ്രശസ്തി, എന്റെ സ്വപ്നങ്ങൾ എല്ലാം ഇതോടെ അവസാനിച്ചില്ലേ? വർമ്മയാണല്ലോ. മമ്മി എന്തായാലും സ്പീക്കറിലിട്. ഹലോ, നിങ്ങൾ എന്താ കരുതേ? ശ്യാമയ്ക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നു. ഒരു വീട്ടിൽ കുണ്ടകളുമായി എത്തുക, അവിടെ ഉള്ളവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുക. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ?
നിങ്ങൾ ആരാന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഉറുമിയെടുത്ത് അംഗത്തിനിറങ്ങുന്ന ഉണ്ണിയാർച്ച ഏതോ ഒരു പൊട്ട കരാറ് ഒരു കീറ പേപ്പർ വെച്ച് നിങ്ങളെ ശ്യാമയെ ആ കുടുംബത്തെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് വർഷം പലതായി. പക്ഷേ ഞാനെല്ലാം അറിയാൻ വൈകി. മനുഷ്യനാക്കുറ്റം, ആൾമാറാട്ടം, പിന്നെ ഇപ്പൊ വീടാക്രമിച്ചതിന് അയ്യോടെ രണ്ടിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചു. സ്ത്രീകളാണെന്നുള്ള ഒരു ചെറിയ പരിഗണന എല്ലാം അവസാനിപ്പിച്ചോണം ഇതോടെ. ഇല്ലെങ്കിൽ ഈ ആനന്ദവർമ്മയും എന്റെ ഇൻഫ്ലുവൻസും എന്താണെന്ന് അമ്മയും മകള് ശരിക്കും അറിയും. നിങ്ങൾ വെറുതെ കെട്ടിയുണ്ടാക്കിയ അലങ്കാരമല്ലേ പ്രശസ്ത ഗായിക എന്ന മോളുടെ പദവി. ആ ഇമേജ് ഞാനങ്ങ് തകർക്കും. വിസ്മയ എന്ന ഗായികയെ ആരാധിച്ചു പോയ വിഡ്ഢികളായ ആരാധകരുണ്ടല്ലോ, അവർ തെരുവിലവളെ കല്ലെറിയും. ശ്യാമയുടെ മഹത്വം ലോകം തിരിച്ചറിയും. അവളെ, ആ ശബ്ദത്തെ അവർ ആരാധിക്കും. മനസ്സിലായോ? ശബ്ദം വിലയ്ക്ക് വാങ്ങാൻ നടക്കുന്നു നാണമില്ലാത്ത വർഗം. ഇപ്പൊ ഞാൻ ക്ഷമിച്ചു. ശ്യാമ എന്റെ മരുമകളാ. ഇനി അവളെ എന്തിന്റെ പേരിലായാലും ശല്യം ചെയ്തു ഞാൻ അറിഞ്ഞ ഈ ആനന്ദവർമ്മ ആരാണെന്ന് അമ്മയും മോളും ശരിക്കും അറിയും. ഓർത്തോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ ഹോസ്പിറ്റലിൽ ജീവചവമായി എന്റെ കൺമുമ്പിൽ കിടക്കുക. ഡോക്ടർ ഇതുവരെ ഒന്നും തീർത്തു പറഞ്ഞിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാ എന്റെ മോള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പകരം ഞാൻ ജീവൻ എടുക്കുന്നത് നിന്റെ അല്ല, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളിന്റെയാ. എന്റെ വിസ്മയ എന്നെ വിട്ടു പോയാ എത്ര ക്യാഷ് എനിക്ക് മുടക്കേണ്ടി വന്നാലും നിന്റെ ആക്കലിനെ ഞാൻ തീർത്തിരിക്കും. എനിക്കറിയാം, ഇനി ഈ നിമിഷം മുതൽ വിസ്മയക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ ശരിക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നീയായിരിക്കും. ഹലോ ഹലോ ഹലോ. അമ്മ ഞാനിപ്പോ വരാം. ശരി മോളെ. ഇപ്പൊ ഇവിടെ വെച്ച് രണ്ടുപേരോടും ഞാൻ തീർത്തു പറയാ, ഇനി ഇവക്ക് വേണ്ടി പാടാനെന്നും പറഞ്ഞ് എന്റെ അടുത്ത് നിങ്ങൾ വരരുത്. ദൈവം അനുഗ്രഹിച്ചു തന്നത് എന്റെ ഈ ശബ്ദം. ഇനി മറ്റൊരാളുടെ കാൽക്കൽ ഞാനത് അടിയറോ വയ്ക്കില്ല. ആ എഗ്രിമെന്റ് വെച്ച് നിങ്ങൾക്കിനി എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊരു ഓലപ്പാമ്പായിരുന്നു എന്ന് എനിക്കിപ്പോ ബോധ്യായി. ദൈവമേ, എന്റെ കൃഷ്ണ. ഈശ്വരാ, കണ്ടില്ലേ എന്റെ മോള് കിടക്കുന്ന കിടപ്പ്? നീ കണ്ടില്ലേ? ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ? ആർക്ക് വേണ്ടിയാ? എല്ലാം തീരാൻ പോവാ.
ഇനി ഒരിക്കലും എന്റെ മോള് പാടാനാണെന്ന് പറഞ്ഞു ആരും നിർബന്ധിക്കാൻ വരില്ല. മോളെ മോളെ വിസ്മയ വിസ്മയ മോളെ മോളെ ദേ അമ്മേ നോക്കേ. അമ്മ 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 നോക്ക് മോളെ, കണ്ണു തുറന്ന് നോക്ക്. നിന്റെ അമ്മയായി നിൽക്കുന്നേ. മോളെ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ അമ്മ ഏത്? എന്താ മോളെ, എന്താ മോളെ, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായി ഫസ്റ്റ് നൈറ്റിലുള്ള ബെഡ്റൂം ഡെക്കറേഷൻ? വേണമെങ്കിൽ ഞാനും സഹായിക്കാം. അയ്യോ വേണ്ട വേണ്ടേ, ഞാനൊരു ആർട്ടിസ്റ്റാ, പടം വരയ്ക്കുന്ന കലാകാരി. ഞാനൊരു കട്ടിലൊരുക്കുമ്പോ അതിന്റേതായ ഒരു ഭംഗി ഉണ്ടാവണം. കലാവാസന ഇല്ലാത്തവരെ ഇതിലൊക്കെ തൊട്ട അലങ്കോലമാക്കരുത് പ്ലീസ്. ശരി, ഞാനൊന്നും ചെയ്യുന്നില്ലേ, വിട്ടുകള. പക്ഷേ ഇതുപോലൊരു ആദ്യരാത്രിയും ഇങ്ങനൊരു കട്ടില് അലങ്കരിക്കാനുള്ള പൂക്കളും, അതാണ് എന്റെ സ്വപ്നം. അന്നും നീ തന്നെ വേണം അത് കലാപരമായിട്ട് വന്ന് അലങ്കരിക്കാൻ. ആ ദിവസം വരട്ടെ, അന്ന് ആലോചിക്കാം നമുക്ക്. ഫ്രീ ഡേറ്റ് ഉണ്ടെങ്കിലേ വരാൻ പറ്റൂ. ഓ അവളുടെ ഒരു ജാട. അതെ, ഇനി ആ ദിവസം വരാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. മുരളിയേട്ടനെ ആരതി ഏട്ടതി ഒന്ന് സെറ്റായി കഴിയുമ്പോ നമുക്ക് നമ്മുടെ വിഷയം അവതരിപ്പിക്കാം. എന്താ അതുപോലെ? അതൊക്കെ സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി. എനിക്കിപ്പോ ഇതിലൊന്നും അങ്ങനെ തിരക്കൊന്നുമില്ല. ആഹാ, എന്നാ എനിക്ക് തിരക്കുണ്ടെങ്കിലോ? ആണോ? എനിക്ക് തിരക്കുള്ളവര് മുൻകൈ എടുത്ത് കാര്യങ്ങൾ നീക്കണം. എല്ലാത്തിനും വല്യച്ചയുടെയും പ്രസാദേട്ടന്റെയും അനുവാദം ഉണ്ടാവണമെന്ന് മാത്രം. ഓ, അതിനെന്താ ഒരു പ്രയാസം? അവരും വീട്ടുകാരറിഞ്ഞ് മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ചവരൊന്നും അല്ലല്ലോ. അപ്പോ നമ്മുടെ കാര്യത്തിലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ആദ്യം നീ ഒന്ന് എന്റെ കാര്യത്തിൽ മനസ്സ് വെക്കി. നമുക്കും ഇതുപോലൊരു രാത്രി, ഇതുപോലൊരു മുറിയിൽ ഇതുപോലത്തെ കുറെ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ എന്താ ഇവിടെ? കൊള്ളാം, നീ ഇവിടെ അഭിനയ റോമിയോടെയും കാസിനോടെയും റോൾ കളിക്കുകയാണല്ലേ? എന്നാ ഇപ്പോഴേ മനസ്സിലാക്കിക്കോ, നീ അലങ്കരിക്കുന്ന കട്ടിലും മുറിയും ഒക്കെ പ്രസാദിന്റെ അഞ്ജലിയും ആദ്യ രാത്രിക്കുള്ളതാണ്, നിനക്കുള്ളതല്ല. അയ്യോ പുഷ്പൻ ചേട്ടാ, ഞാൻ എങ്ങനെയൊന്നും. വേണ്ട 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 വേണ്ട. നീ ഇവിടെ വലിയ ന്യായം പറയാനും കൈയ്യാനും നിൽക്കണമെന്നില്ല. ഈ വീടൊരുങ്ങുന്നത് ഇവന്റെ ചേട്ടന്മാരുടെയും മോളുടെ ചേച്ചിമാരുടെയും ആദ്യ രാത്രിക്ക് വേണ്ടിയാ. ആ വിചാരത്തോടെ വേണം കാര്യങ്ങളൊക്കെ സമീപിക്കാൻ. ഒരു കാര്യം ചെയ്, ആദ്യം നീ പുറത്തു പോയട്ടെ. നിക്കണ്ട, പോ പോ പോ. ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കട്ടെ. ഇനിയിപ്പോ ഒരു ഇവന്റിന് ഫസ്റ്റ് നൈറ്റിന്റെ റൂം ഡെക്കറേഷനും ബെഡ് അലങ്കാരവും ഒക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ട നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അതിനു വേണ്ടിട്ട് എല്ലാം ഒന്ന് നോക്കി പഠിക്കാൻ വേണ്ടി. മതി 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 മതി. നീ എന്ത് പഠിക്കായിരുന്നു, എന്തൊക്കെ പഠിപ്പിക്കായിരുന്നു എന്ന് ഞാൻ കണ്ടു. നീ പുറത്തു പോകുന്നോ അതോ ഞാൻ മൂത്തവനെ വിളിക്കണോ? അയ്യോ പ്രസാദേ. അയ്യോ വേണ്ട പുഷ്പൻ ചേട്ടാ, ഞാൻ പൊയ്ക്കോളാം. അതിനു മുമ്പ് ഞാൻ പൊക്കോളാം. അതുപോരെ? എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. നിക്കേ, നീ എവിടെ പോകുന്നു? അപ്പൊ ബാക്കി ആൾക്കാർ ആര് ചെയ്യും? നീ പോണ്ട. വായി കട്ടിലെവിടെ നീക്കിയിടാൻ കുറച്ചുകൂടി. ഇങ്ങോട്ട് പിടിക്കടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, ആരതി മാത്രം ഒരുങ്ങിയ പോരാ, ആദ്യ രാത്രിയും ശാന്തി മുഹൂർത്തം രണ്ടുപേർക്കും ഉണ്ട്. നീയും കൂടി ഇങ്ങോട്ട് വന്നിരുന്നേ. വന്നേ സീതമ്മ, നിന്നെയും ചെറുതായിട്ടൊന്ന് ഒരുക്കട്ടെ ഞാൻ. ഇവിടെ ഇരിക്കെ. രക്തബന്ധമൊന്നുമില്ലെങ്കിലും ഉള്ള ബന്ധത്തിന്റെ അവകാശവും സ്വാതന്ത്ര്യവും വെച്ച് എനിക്ക് രണ്ടാളോടും ചിലത് പറയാനുണ്ട്. രണ്ടുപേരുടെയും പുരുഷന്മാർ നേരത്തെ തന്നെ നിങ്ങളെ അടുത്തറിയാവുന്നവരാണ്. എങ്കിലും പുത്തൻ ജീവിതമാവുമ്പോ പുതിയ ആൾക്കാരോടെന്ന പോലെ തന്നെ വേണം അവരോട് ഇടപെട്ട് തുടങ്ങാൻ. അവരെ ബഹുമാനിക്കണം. അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ വഴങ്ങി കൊടുത്തില്ലെങ്കിൽ പോലും എതിർപ്പ് പാടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സീതമ്മ നല്ല പരിചിതയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഒരുപാട് കല്യാണം കഴിച്ചവരെ പോലെ. ഒരു കല്യാണം തരുന്ന അനുഭവം മതി അഞ്ജലി ഒരുപാട് പേരെ ഉപദേശിക്കാൻ. ദാമ്പത്യത്തിന്റെ താക്കോലിരിക്കുന്നത് ഉത്തരത്തിലും എടുപ്പിലും നടപ്പിലൊന്നും അല്ല. അത് രണ്ടിടത്താണ്, കിടപ്പറയിലും അടുക്കളയിലും. ഈ രണ്ടിടത്തും പാളിച്ച പറ്റിയില്ലെങ്കിൽ ദാമ്പത്യം ജയിച്ചു എന്ന് തന്നെ പറയാം. അവിടെ പാളിയാ തകർന്നു. ആരതി വേണം അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കാൻ. സീതമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്റെ മോള് നിന്റെ മുൻകോപമൊക്കെ അവസാനിപ്പിക്കണം. മുരളി നല്ലവനാ, നിന്നോട് അവന് വലിയ ഇഷ്ടമുണ്ട്. മറ്റൊന്നും വേണ്ട, നീ അവനെ വെറുക്കാതിരുന്നാ മതി. പുതിയൊരു ജീവിതമാ. ഇഷ്ടം കൊടുത്തും തിരിച്ചു വാങ്ങിച്ചും മുന്നോട്ടു പോയാലേ ജീവിതം ഉണ്ടാവും. സീതമ്മ പറഞ്ഞത് ഓർത്തുവെച്ചോ. ഭർത്താവിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അങ്ങനെ അങ്ങ് നിഷേധിക്കാൻ പാടില്ല ഭാര്യമാര്. ആ പാലെടുത്ത് 2 ഗ്ലാസ്സിലൊഴിച്ച് ട്രെയിൽ വെച്ച് എടുത്തോണ്ട് വാ. മുല്ലപ്പൂവാണ് രണ്ടുപേരും ചൂടിയിരിക്കുന്നത്. മുറിയിൽ ഇതിന്റെ മണം പറക്കുമ്പോ എന്താ തോന്നുന്നെന്ന് പറയാനാവില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.